ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡിൽ ആലു പൊറോട്ട എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 ചെറിയ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അതവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് പ്രിപ്പയർ ചെയ്യാം. ഒരു പകുതി സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അല്പം മല്ലിയിലയും ഒരു ചെറിയ പച്ചമുളകുമാണ്. കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. എല്ലാം ചെറുതായി തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. പൊട്ടറ്റോ ഒരു 5 വിസിലിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തത്. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറണം. അതിനുശേഷമാണ് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട്. പിന്നെ ചേർക്കുന്നത് ഗരം മസാല, ജീരകം പൊടിച്ചത്, പിന്നെ ഒരു അല്പം ചാട്ട് മസാല. ചാട്ട് മസാല ഓപ്ഷണൽ ആണ്. ഈ ഫില്ലിങ്ങിലേക്കുള്ള മസാല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഇഷ്ടമുള്ള പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ആലു പൊറോട്ട ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കി കാണിക്കാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവർ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. നമ്മുടെ ചപ്പാത്തി മാവ് എടുത്ത് ഒരല്പം പരത്തിയതിന് ശേഷം നടുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്യാം. കോഴിക്കട്ടയും മോമോസും ഒക്കെ ഉണ്ടാക്കി ശീലമുള്ളവർക്ക് ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 1.5 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഈ ഫില്ലിങ് നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കരുത്. നന്നായി കവർ ചെയ്ത് ആ ബാക്കി വന്ന ഭാഗം ഒന്ന് മാറ്റി കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കഴിഞ്ഞത് പൊടി വിതറിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. എല്ലാ സൈഡും സെയിം തിക്നെസ്സിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. ചെറിയ പറാത്താസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. വലിയ സൈസ് ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെയാണ് നമുക്ക് ഈ ഒരു അളവിന് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഒരുപാട് ഫില്ലിംഗ് ഒന്നും വെക്കാത്തത് കൊണ്ടും പൊടി അത്യാവശ്യം ഇതറിയോണ്ടും ഇത് നമുക്ക് അങ്ങനെ ബ്രേക്ക് ഒന്നും ആവില്ല. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം ഒന്ന് പരത്തിയതിന് ശേഷം നടുക്ക് ഈ ഫില്ലിങ് വെച്ചു കൊടുക്കുക. പിന്നീട് അത് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് 4 ഭാഗത്തുനിന്നും ഇതൊന്ന് മടക്കി കൊടുക്കുക. ഫില്ലിങ് കവറാവാൻ പാകത്തിന് വേണം 4 സൈഡിൽ നിന്നും നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള പറാത്താസ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇത് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്പം പൊടി വിതറിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതും ബ്രേക്ക് ആവുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അങ്ങനെ ഇപ്പോൾ ഞാൻ 4 പറാത്താസും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ അല്പം നെയ്യ് ഒഴിച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. നെയ്യ് ചേർക്കുന്നതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ റൗണ്ട് ആയാലും സ്ക്വയർ ആയാലും ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആലു പൊറോട്ട നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫില്ലിങ് ബ്രേക്ക് ആവുമെന്നുള്ള പേടിയും കൊണ്ട് ആലു പൊറോട്ട ഉണ്ടാക്കാതിരിക്കേണ്ട. ഇതുപോലെ തന്നെ ഏത് സ്റ്റഫ്ഡ് പൊറോട്ടാസും നമുക്ക് ഉണ്ടാക്കാം. ശ്രദ്ധിക്കേണ്ട 2 കാര്യം, ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുക്കാതിരിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് ഫോൾഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 ഷേപ്പിലും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ റെസിപ്പീസിന് കൂടെ കൂടിക്കോ.